അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു വിശ്വാസമാണ് അമ്മയെ എല്ലാ വർഷവും ഒന്ന് കാണണമെന്നുള്ളത്. പൊങ്കാലയിടാൻ സാധിച്ചില്ലെങ്കിലും വന്ന് തൊഴണം, അനുഗ്രഹം കിട്ടുമെന്ന് അങ്ങനെ ആഗ്രഹിക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാ വർഷവും വരാറുണ്ട്. ചേട്ടൻ ഭയങ്കര ജോളിയാണല്ലേ? ജോലി ജോലി കിട്ടിയതും, അതായത് ഞാൻ ഒരുപാട് ഒത്തിരി മത്സര പരീക്ഷ എഴുതിയാണ് ഞാൻ ജോലി കിട്ടിയത്. അപ്പോൾ ആ ജോലി കിട്ടിയത് ഞാൻ ഇവിടെ എല്ലാം ഈ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഞാൻ അനുഗ്രഹം നേടിയിരുന്നു. അപ്പോൾ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടു. പിന്നെ ഈ അമ്മയും കടാക്ഷിച്ചു. അങ്ങനെ ജോലിയിൽ കയറി, റെയിൽവേയിലാണ്. ആറ്റുകാൽ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് വിവിധ ജില്ലകളിൽ നിന്നും ഓരോ ഭക്തരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് രണ്ട് അമ്മമാരാണ്. ഇവർ രണ്ടുപേരും കുഞ്ഞുനാൾ മുതലേ ഈ ആറ്റുകാൽ അമ്മയെ കാണാനായിട്ട് വരാറുണ്ട്. ഇപ്പോഴും അമ്മയെ കാണാനായിട്ട് അവരെത്തിയിരിക്കുകയാണ്. ഒരുപാട് ഇതൊക്കെ കഷ്ടപ്പാടൊക്കെ സഹിച്ചാണ് അവരിവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് അവരോടുള്ള അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്നൊന്ന് ചോദിച്ചു നോക്കാം. കുഞ്ഞുനാളിൽ ഞങ്ങൾ വരും, അമ്മയുള്ള കാലത്തെ പൊങ്കാലയ്ക്കൊക്കെ വരും. ഇപ്പം ഞങ്ങൾ പൊങ്കാല സമയത്ത് വന്നാൽ തൊഴാൻ പറ്റില്ല. കഴിഞ്ഞ വർഷമൊക്കെ കുഞ്ഞു മോക്ക് താലപ്പൊലി ഉള്ളതുകൊണ്ട് നമ്മൾ സമയത്ത് വന്നിട്ട് പൊങ്കാല സ്ഥലത്ത് വെച്ച് ഒരുക്കി ഇവിടെ കൊണ്ടുവരുമായിരുന്നു. ഇപ്പം ഇപ്രാവശ്യം മോളെയും കൂടെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ നേരത്തെ വന്ന് തൊഴുതിട്ട് പോകും. നമുക്ക് അമ്മയെ കൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്. എന്ത് വന്ന് പറഞ്ഞാലും അമ്മ തരും. നമ്മളൊന്നും പറയണ്ട, നമുക്ക് ശരീര സുഖം എല്ലാം തരും അമ്മ. പൊങ്കാല ഇടാറുണ്ടോ? എല്ലാ വർഷം വരും. പൊങ്കാല ഇവിടെ കുഞ്ഞുനാളിലെ വരും. മണക്കാട്ടൊക്കെയാണ് ഇരിക്കണം. ഇപ്പം 3-4 പ്രാവശ്യം കൊണ്ട് ഞങ്ങളിവിടെ തമ്പാനൂരാണ് ഇരിക്കണം. അവിടെ ഇരുന്നിട്ടാണ് താലപ്പൊലിക്ക് മോളെയും കൊണ്ട് ഇഞ്ഞ് വരുന്നത്, കുഞ്ഞു മോളെയും കൊണ്ട്. പിന്നെ എൻ്റെ മോള് വരും. അവള് പറഞ്ഞാൽ അവൾക്കും ജോലിയൊക്കെ ആയി. ഈ തവണ ഇടുന്നുണ്ടോ പൊങ്കാല? ഇവിടെ തമ്പാനൂർ നമ്മൾ വരുന്നത്. അപ്പം വന്നിട്ട് രാവിലെ വന്ന് തള്ളാൻ പറ്റാത്തതുകൊണ്ട് പ്രാവശ്യം നേരത്തെ വന്ന് തൊഴുതിട്ട് പോയിട്ട് വന്ന് അമ്മയുടെ നടയിൽ പൊങ്കാല ഇടാമെന്ന് വിചാരിക്കും. അമ്മയുടെ അനുഗ്രഹം എല്ലാ പ്രാവശ്യവും കിട്ടാറുണ്ട്. അയ്യോ, അത് ഏറ്റവും കൂടുതൽ അനുഗ്രഹം. വന്നാലും അമ്മ തരും, വന്നില്ലെങ്കിലും അമ്മ തരും. എന്തെങ്കിലും അനുഭവം ഉണ്ടോ അങ്ങനെ കിട്ടിയായിട്ട്? നമ്മൾ സങ്കടങ്ങൾ പറയുമ്പോൾ നമ്മളെ സങ്കടങ്ങളൊക്കെ അമ്മ തീർത്ത് തരാറുണ്ട്. അത് അമ്മയുടെ ഒന്നും പറഞ്ഞ് ഞങ്ങൾ വന്നില്ലെങ്കിലും വീട്ടിൽ ഇരുന്ന് പറഞ്ഞാലും മതി, അമ്മ അനുഗ്രഹിക്കണുണ്ട്. അതെ, അതാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സൗഖ്യം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നമുക്കൊന്ന് എന്തുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞാൽ മതി, വീട്ടിൽ ഇരുന്ന് പറഞ്ഞാലും മതി, നമുക്ക് ആ അനുഗ്രഹം കിട്ടണമുണ്ട്. അമ്മേരെ വരണമെന്നൊന്നും ഇല്ല. പിന്നെ നമുക്ക് ശരീര സൗഖ്യം ഉണ്ടെങ്കിൽ, അമ്മയെ വരാൻ പറ്റിയില്ലെന്നുണ്ട് നമ്മൾ സങ്കടപ്പെടണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് വരാൻ പറ്റും. അമ്മ ഇവിടെ എത്തിച്ചിരിക്കും. വരണില്ല, വീട്ടിൽ ഇരുന്ന് പൊങ്കാല ഇടാന്നും പറഞ്ഞാണ് ഇരുന്നത്. അപ്പോൾ ഇന്ന് കാര്യമെടുത്ത് പൊങ്കാലയ്ക്ക് പോയിട്ട് വിചാരിച്ച് ചേച്ചി വരണം, നമുക്ക് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇവിടെ ഓടിയെത്തിയത്. ആറ്റുകാൽ അമ്മയുടെ ദർശനം നേരിട്ട് ഏറ്റുവാങ്ങാനായി കന്യാകുമാരി ജില്ലയിൽ നിന്ന് ഒരു കുടുംബം വന്നിരിക്കുകയാണ്. ഇപ്പം നമ്മോടൊപ്പം അവരുണ്ട്. നമുക്ക് അവരോട് അവരുടെ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് ചോദിക്കാം. നമസ്കാരം. ഞാൻ തമിഴ്നാട് കന്യാകുമാരിയിൽ നിന്നും പൊന്മനയിൽ നിന്ന് വരികയാണ്. പൊന്മന എന്ന് പറയുമ്പോൾ ഇടക്കട്ടങ്കാലയിൽ നിന്ന് എല്ലാ വർഷവും. പിന്നെ ഞങ്ങളുടെ കല്യാണം ഇവിടെ വെച്ചായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു വിശ്വാസമാണ് അമ്മയെ എല്ലാ വർഷവും ഒന്ന് കാണണമെന്നുള്ളത്. പൊങ്കാലയിടാൻ സാധിച്ചില്ലെങ്കിലും വന്ന് തൊഴണം, അനുഗ്രഹം കിട്ടുമെന്ന് അങ്ങനെ ആഗ്രഹിക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാ വർഷവും വരാറുണ്ട്. ചേട്ടൻ ഭയങ്കര ജോളിയാണല്ലേ? ജോലി കിട്ടിയതും, അതായത് ഞാൻ ഒരുപാട് ഒത്തിരി മത്സര പരീക്ഷ എഴുതിയാണ് ഞാൻ ജോലി കിട്ടിയത്. അപ്പോൾ ആ ജോലി കിട്ടിയത് ഞാൻ ഇവിടെ എല്ലാം ഈ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഞാൻ അനുഗ്രഹം നേടിയിരുന്നു. അപ്പോൾ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടു. പിന്നെ ഈ അമ്മയും കടാക്ഷിച്ചു. അങ്ങനെ ജോലിയിൽ കയറി, റെയിൽവേയിലാണ്. എന്നാലും കുഴപ്പമില്ല. കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു മനസ്സമാധാനം കിട്ടുന്നുണ്ട്. നേരത്തെ ഞാൻ കൂലിപ്പണിയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ വളരെ വെരി പൂവറായിരുന്നു. ലൈഫിനോട് വളരെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, ഹാപ്പിയാണ്. അമ്മ എല്ലാം നേടിത്തന്നു. എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അമ്മയിൽ നിന്ന്? അങ്ങനെ പറയാനില്ലേ. അമ്മ ഒരു എന്താ പറയാ, നമുക്കൊരു വന്നു കഴിഞ്ഞാൽ ഒരു സമാധാനവും ഒരു ആശ്വാസം അത്ര. അമ്മയെ കാണാൻ പറഞ്ഞത് ദൂരെ നിന്നാണ് പറഞ്ഞത്.